ഷാക്കിർ സി കെ ഷാക്കിർ ഇതിനോടകം തന്നെ ഈ വഖഫ് ഏതെങ്കിലും ഒരു ഭൂമിയിൽ പോയി ഏതെങ്കിലും ഒരു വിഭാഗം ഇത് വഖഫാണെന്ന് പറയുന്ന മാത്രയിൽ അത് വഖഫാകുകയും അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെയൊക്കെ അവകാശങ്ങൾ ആ നിമിഷം തന്നെ റദ്ദ് ചെയ്യപ്പെടുകയും ചെയ്യും എന്നൊരു തെറ്റായ നറേറ്റീവ് ഇതിനോടകം തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ശേഷം പ്രത്യേകിച്ചും അതിനുശേഷം ഒരു തരത്തിലും അവർക്ക് നിയമ പോരാട്ടങ്ങളോ നിയമ സഹായമോ ലഭിക്കില്ല എന്നൊരു സന്ദേശം കൂടി ഇവിടെ നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് വഖഫ് ഭേദഗതി നിയമം വരുന്നത് എന്ന് നമുക്കറിയാം. അതിന് പിന്നാലെ വലിയ പ്രക്ഷോഭം പലയിടത്തും ഉണ്ടാകുന്നു. എല്ലാ സംഘടനകളും സുപ്രീം കോടതിയിലേക്ക് ഹർജിയുമായി പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആദിവാസികളുടെ ഉൾപ്പെടെ ഭൂമി വഖഫിന്റെ മറവിൽ കൊള്ളയടിക്കപ്പെട്ടു, പിടിച്ചെടുക്കപ്പെട്ടു എന്നൊരു തെറ്റായ കാര്യം ഒരു പൊതുവേദിയിൽ പറയുന്നത്. ഒരു തരത്തിലുമുള്ള ഇമ്പാക്റ്റ് ഈ രാജ്യത്ത് അത് ഉണ്ടാക്കില്ല എന്ന് നിഷ്കളങ്കമായി നമ്മളൊക്കെ വിശ്വസിക്കണം. അതായത് ബിജെപിയുടെ ഈ നിയമം കൊണ്ടുവരാൻ പറഞ്ഞിരുന്ന എല്ലാ വാദങ്ങളും ഈ ബില്ല് നിയമമായ ശേഷം പൊളിഞ്ഞു പോയതിൻ്റെ ഒരു ജാള്യതയാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വഴി ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. പാർലമെൻറ്റിൽ 12 മണിക്കൂർ ലോകസഭയിലും 12 മണിക്കൂർ രാജ്യസഭയിലും ചർച്ച ചെയ്തപ്പോൾ വാ തുറക്കാത്ത ഈ പ്രധാനമന്ത്രി ഇപ്പോൾ നേരത്തെ ക്രിസ്തുമത വിശ്വാസികളെ ഉൾപ്പെടെ കേരളത്തിലെ മുനമ്പം പരാമർശിച്ചുകൊണ്ട് കൂടെ നിർത്താൻ ശ്രമിച്ചവർ ഇന്ന് ഡൽഹിയിൽ കാട്ടിയതും ഈ വഖഫ് ബില്ലിൻ്റെ യഥാർത്ഥ ബില്ല് നിയമമായപ്പോൾ എങ്ങനെയാണ് ഇതിനെ ബാധിക്കുക എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാവരും ഇപ്പോൾ വഖഫ് ബിൽ നിയമത്തിന് എതിരായി മാറിയിട്ടുണ്ട്. ആ സമയത്താണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഈ ജാതി കള്ളത്തരങ്ങൾ പറയും. നേരത്തെ കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞതുപോലെ ജോസഫ് ഗീബൽസിനെ തോൽപ്പിക്കുന്ന തരത്തിൽ പ്രധാനമന്ത്രി തന്നെ പ്രോപ്പഗണ്ട മിനിസ്റ്ററായി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സംഘികൾക്ക് കൊടുത്ത് അത് രാജ്യത്ത് വിതരണം ചെയ്യുകയാണ്. നിങ്ങൾ നോക്കേണ്ടത് ഇന്ന് ബി ആർ അംബേദ്കറിൻ്റെ 134-ാം ജന്മദിനമാണ്. ഈ 134-ാം ജന്മദിനത്തിൽ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ബി ആർ അംബേദ്കറെ നിരന്തരമായി കൊല്ലാക്കൊല ചെയ്യുന്ന സമീപനമാണ് ഏറ്റവും ഒടുവിലായി ഇന്ന് നരേന്ദ്രമോദിയുടെ പ്രസ്താവനയിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, അദ്ദേഹം കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് ഇന്ന് പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യം, ആദിവാസികൾ ദളിതുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ കോൺഗ്രസ് മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ബി ആർ അംബേദ്കറെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചു എന്നുള്ളതാണ്. അർദ്ധസത്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് നമ്മൾ ജനങ്ങളോട് തിരുത്തി പറയേണ്ടത്. ആദിവാസികളെയും ന്യൂനപക്ഷങ്ങളെയും മാറ്റി നിർത്തി മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നു എന്ന അർത്ഥത്തിലാണ് അത് പറഞ്ഞത്. ഇതിനു മുൻപ് 2019 തെരഞ്ഞെടുപ്പ് സമയത്തും ഇതേ പരാമർശം അദ്ദേഹം നടത്തിയിരുന്നു. അതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഓക്കെ, അത് നമുക്ക് ചരിത്ര വസ്തുതയിലേക്ക് പോകാം. ഒരു മിനിറ്റ് മാത്രം. അതായത് ബി ആർ അംബേദ്കർ മഹാരാഷ്ട്രയിൽ നിന്ന് അസംബ്ലിയിലേക്ക് മത്സരിച്ചപ്പോൾ സ്വാഭാവികമായും അന്ന് കോൺഗ്രസിൻ്റെ എതിരാളിയായി എതിർപക്ഷത്തുണ്ടായി കോൺഗ്രസ് തോൽപ്പിച്ചു എന്നത് വസ്തുതയാണ്. പക്ഷേ ആ ബി ആർ അംബേദ്കറെ ബംഗാളിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ച് അന്നത്തെയും എന്നത്തെയും പ്രമുഖനായിട്ടുള്ള ഇന്ത്യയിലെ എസ് സി നേതാവ് യോഗേന്ദ്രനാഥ് മണ്ഡൽ സർവ്വ മുസ്ലിം ലീഗിന്റെ നേതാവ് ജിന്നയുടെ അടുത്ത് വന്ന് പിന്തുണ തേടുകയും മുസ്ലിം ലീഗ് പിന്തുണ നൽകി ബംഗാളിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ബി ആർ അംബേദ്കർ എത്തിയപ്പോൾ ആ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചെയർമാനായി അതിൻ്റെ നേതാവായി ബി ആർ അംബേദ്കർ നിയോഗിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയായി ബി ആർ അംബേദ്കറെ കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ നിന്നുള്ള കെ.ആർ. നാരായണൻ ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് രാഷ്ട്രപതിയാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുപോലെ നമുക്ക് ഒട്ടനവധി ഉദാഹരണങ്ങൾ അങ്ങനെ പറയാൻ കഴിയും. എന്നാൽ നിങ്ങൾ നോക്ക്, ഇപ്പൊ പാർലമെന്റിൽ ഉദ്ഘാടന സമയത്ത് നരേന്ദ്രമോദി എന്താ ചെയ്തത്? ഇന്ത്യയുടെ ദളിതായിട്ടുള്ള രാഷ്ട്രപതിയെ മാറ്റി നിർത്തി ആ പരിപാടിയിലേക്ക് പോലും അടുപ്പിക്കാതെ ആ സവർണ മേധാവിത്വം അല്ലെങ്കിൽ ഈ പിന്നോക്ക ജനവിഭാഗത്തിലുള്ള അവരുടെ വിദ്വേഷം കാണിച്ചതല്ലേ, പ്രകടമാക്കിയതല്ലേ. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ ബി.ജെ.പിയും സംഘപരിവാരും ഇന്ത്യയിലെ മുസ്ലിംകളോട് മാത്രമല്ല ദ്രോഹം ചെയ്തിട്ടുള്ളത്, ഇന്ത്യ രാജ്യത്തോട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദിവാസികളോട് ദളിതുകളോട് എല്ലാവരോടും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനികളോടും ജബൽപൂരിലാവട്ടെ മണിപ്പൂരിലാവട്ടെ ഇപ്പോൾ ഇന്നലെ ഡൽഹിയിൽ ഉൾപ്പെടെ ക്രിസ്തുമത വിശ്വാസികളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാ വിഭാഗം ആളുകളെയും ദ്രോഹിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന വിദ്വേഷ പ്രചാരകൻ മാത്രമല്ല, വിദ്വേഷം പ്രചരിപ്പിക്കുകയും ആ വിദ്വേഷം ജനങ്ങൾക്കിൽ പ്രചരിപ്പിച്ച് അധികാരമാസ്വദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയുടെ പ്ലസ് എന്താണ്? അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുന്നത്? 2002 ഗുജറാത്തിൽ 2000-ഓളം വരുന്ന മുസൽമാന്മാരെ ക്രൂരമായി കൊലപ്പെടുത്തി. ആ കൊലപ്പെടുത്താൻ ഗോദ്രയിലെ സബർമതി എക്സ്പ്രസിന് ഹിന്ദുമത സന്യാസിമാരെ കൊലപ്പെടുത്തി കാരണമുണ്ടാക്കിയവനാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. മറക്കാൻ കഴിയില്ല, ചരിത്രമല്ലേ. അങ്ങനെയുള്ള ഒരാളാണ്
ഇന്ന് വന്നിട്ട് ഇത് പിന്നെ വഖഫ് കൊള്ള മുതൽ സംരക്ഷിക്കാൻ വേണ്ടി, കൊള്ളയടിക്കും സംരക്ഷിക്കാൻ വേണ്ടി നിയമം കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ പരാമർശിച്ചല്ലോ, വഖഫ് എന്ന് പറഞ്ഞാൽ അത് ആരുടേത് കട്ടെടുത്തതല്ല, അത് തെറ്റായി ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. വഖഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇസ്ലാം മത വിശ്വാസികൾ ദാനം ചെയ്യുന്ന, പാരത്രിക ജീവിത മോക്ഷത്തിന് വേണ്ടി ദാനം ചെയ്യുന്ന ഭൂമി അല്ലെങ്കിൽ സ്വത്താണ് വഖഫ്. അതല്ലാതെ സർക്കാരിൽ നിന്ന് വാങ്ങിയതോ വേറെ ആരുടെയെങ്കിലും ഭൂമി പിടിച്ചെടുത്തതോ അല്ല. ആ തെറ്റായ സംഗതി ഇപ്പോൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മുസ്ലിംകളല്ലാത്ത ഇന്ത്യയിലെ 99% മതേതര വിശ്വാസികളും ഈ വഖഫ് നിയമത്തിനെതിരെ ഇപ്പോൾ പ്രതിഷേധവുമായി തെരുവിലുണ്ട്, കോടതിയിലുണ്ട്. പാർലമെന്റിൽ ഇവർക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ആ ബില്ല് നിയമമാക്കാൻ ഇവർക്ക് പറ്റി, രാഷ്ട്രപതിയെ കൊണ്ട് ഒപ്പുവെപ്പിക്കാനും പറ്റി. പക്ഷേ നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം കളിയാക്കി ഇതിൽ എന്താണ് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളത്, എന്തിനാണ് ഇവർ കോടതിയിൽ പോയത്. അദ്ദേഹം ആ വഖഫ് നിയമത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? നോബിൾ മാത്യു അത് വായിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങൾ എന്താ പറഞ്ഞത്? ഇവിടെ ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യത്തിനെതിരാണ് ഈ നിയമം. അതുകൊണ്ടാണ് കോടതിയിൽ ആർട്ടിക്കിൾ 25, 26, 29 ഭരണഘടനാ വിരുദ്ധമായ നിയമത്തെ ചോദ്യം ചെയ്യാൻ ഇന്ത്യയിലെ പൗരന്മാർക്ക് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. അത് നിങ്ങൾ ആ നിയമത്തിന്റെ അവകാശമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും സുപ്രീം കോടതിയിൽ ഉപയോഗിക്കുന്നത്. ഫാസിസ്റ്റ് സർക്കാരിന്റെ ഫാസിസ്റ്റ് ചെയ്തികൾക്കെതിരെ പോരാടാൻ ഇന്ത്യയിലെ മറ്റു മാർഗമാണ് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ. അപ്പോൾ സ്വാഭാവികമായി പോയി അതിൽ വിജയം നേടുന്നതുവരെ ശക്തമായി പ്രക്ഷോഭത്തിന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ നിയമപരമായും ജനാധിപത്യപരമായും മുന്നിലുണ്ടാകും. അത് തെറ്റിദ്ധരിപ്പിക്കുന്ന, ഇപ്പോൾ അത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ വഖഫ് നിയമം കൊണ്ടുവന്ന സാഹചര്യമല്ല ഈ ഒരാഴ്ച കൊണ്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. എല്ലാവർക്കും ബോധ്യമായി ഇത് ഒരു സമുദായത്തിൻ്റെ, ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങളും അതുപോലെ തന്നെ സ്വത്തുകളും കൊള്ളയടിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു പുതിയ നിയമമാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, പിന്നെ ഇന്ത്യയിലെ സ്വത്തുകൾ കൊള്ള ചെയ്യുന്നതിനെ കുറിച്ച്. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ അമേരിക്കയിൽ പുതുതായി കൊണ്ടുവരുന്ന ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമത്തിനൊക്കെ അനുകൂലമായി നിന്നുകൊടുത്ത് രാജ്യത്തെ കൊള്ളയടിക്കാൻ കൂട്ടുനിൽക്കുന്നവനാര്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്തെങ്കിലും തീരുമാനം, നിലപാട് ഈ ട്രംപിനെതിരെ എടുക്കുന്നുണ്ടോ? അങ്ങനെ കൃത്യമായി നമുക്ക് ഓരോന്നായി പറയാൻ കഴിയും. നരേന്ദ്രമോദിയാണ് രാജ്യത്തെ കൊള്ളയടിക്കുന്നത്, നരേന്ദ്രമോദിയാണ് രാജ്യത്ത് വിദ്വേഷം പ്രചരിപ്പിക്കുന്നത്, നരേന്ദ്രമോദിയാണ് ആദിവാസികളെയും BR അംബേദ്കറിന്റെ ജനവിഭാഗത്തെയും അധിക്ഷേപിക്കുന്നത്, ആക്രമിക്കുന്നത്, ആട്ടിയോടിക്കുന്നത്. അത് നമുക്ക് തുറന്നു പറയാനുള്ള ഒരു അവസരമാണ് ഇന്ന് പ്രധാനമന്ത്രി.